ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മാൾ ഓഫ് ഖത്തർ എന്ന് പറയുന്ന ഒരു മാളിന് വിസിറ്റ് ചെയ്ത ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പം നമ്മൾ ഈ ഒരു മാളിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ടിലുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. ഇന്നിവിടെ ഒരു മാജിക് ഷോ പ്രോഗ്രാം ഉണ്ടായ കാരണം ഒരുപാട് വിസിറ്റേഴ്സ് ഉണ്ടായിരുന്നു. പാർക്കിംഗ് ഫുള്ളായിരുന്നു. കണ്ടില്ലേ, ഫുൾ തിരക്കുമായിരുന്നു വണ്ടിയിൽ. നമ്മൾ വണ്ടി അപ്പോൾ എന്തായാലും കുറച്ച് കഷ്ടപ്പെട്ട് പാർക്കിംഗ് ഒക്കെ കണ്ടുപിടിച്ച് ഒരു സൈഡിലായിട്ട് പാർക്ക് ചെയ്തു. ഇനി ഈ ഒരു മാളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2016 പണി കഴിപ്പിച്ച ഒരു മാളാണ് മാൾ ഓഫ് ഖത്തർ. ഖത്തറിലെ തന്നെ ഏറ്റവും വലിയ മാളാണ് മാൾ ഓഫ് ഖത്തർ എന്ന് പറയുന്നത്. അൽ റയാൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ മാൾ സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ ഫ്രണ്ട് ഏരിയയിലുള്ള കുറച്ച് നല്ല കാഴ്ചകളാണ് ഇത്. ഒട്ടകത്തിൻ്റെ ഷേപ്പിൽ ലൈറ്റൊക്കെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്കിതായി ഈ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടത്. അപ്പം നമ്മൾ മാളിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഇരുന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ അവിടുത്തെ വാട്ടർ ഫോളിൻ്റെ ഇത് കാരണം കേൾക്കാനൊന്നും പറ്റില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ അൽ റയാൻ എന്ന് പറയുന്ന ഹോട്ടലുണ്ട്. ആ ഹോട്ടലിൻ്റെ ജസ്റ്റ് റൈറ്റ് സൈഡിലായിട്ടാണ് മാൾ ഓഫ് ഖത്തർ സ്ഥിതി ചെയ്യുന്നതെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. പിന്നെ അതാ ബാക്കിൽ കാണുന്ന ഈ ഒരു പിന്നെ വാട്ടർ ഫൗണ്ടെയിനാണ് ഇതിൻ്റെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നല്ല രസമാണ് കാണാൻ. ഒരുപാട് ആഴമൊന്നുമില്ല. ഇവിടെ ഇരിക്കുമ്പോൾ നല്ലൊരു ഫ്രഷ് ഫീലിംഗ് ആണ് തോന്നുന്നത്. അതുപോലെ തന്നെ നല്ല തണുപ്പാട്ടോ. ഇപ്പം വിൻ്റർ സീസൺ ആയ കാരണം, അതുപോലെ തന്നെ ഈ ഒരു നൈറ്റ് ആയത് കാരണം ഒക്കെ നല്ല തണുപ്പായിരുന്നു. ആ വെള്ളത്തിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഫീലിംഗ് ആണ്. നല്ല രസമാണ്. അങ്ങനെ കുറച്ച് പേര് ആ വാട്ടർ ഫൗണ്ടെയിനും കാര്യങ്ങളും എല്ലാം കണ്ട ശേഷം നമ്മൾ മാളിൻ്റെ ഉള്ളിൽ കയറി. മാളിനുള്ളിൽ കയറുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് ആ വാട്ടറിൻ്റെ ഒരു സെറ്റപ്പ് ഇതുപോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് നല്ല രസം കേട്ടോ കാണാൻ. പിന്നെ അതായത് ഇവിടെ ഒരു ലാൻഡ് റോവർ ഡിഫൻഡർ കാർ അവർ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെന്ന് പറയുന്നത് ഇവിടെ 200 ഖത്തർ റിയാലിന് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്കാണ് ഈ ഒരു കാർ എന്ന് പറയുന്നത്. ഡിസംബർ 31 വരെയാണ് ഇതിൻ്റെ ഒരു ഓഫർ വാലിഡ് ആയിട്ടുള്ളത്. പിന്നെ അങ്ങനെ നമ്മൾ അകത്ത് കയറി. അപ്പം ഫ്രണ്ട് വ്യൂ ആണ് ഈ കാണുന്നത്. അവിടെ ഒരാൾ പിയാനോ വായിക്കുന്നുണ്ടായിരുന്നു. അത് ഇവിടുത്തെ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് നേരം പിന്നെ വൈകിട്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുമ്പോഴായിട്ട് അവിടെ ഇങ്ങനെ ഒരു മാപ്പ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ മാപ്പ് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മാൾ ഓഫ് ഖത്തറിൻ്റെ ഉള്ളിലായിട്ട് ഏകദേശം 520ഓളം സ്റ്റോറുകളാണുള്ളത്. ഈ സ്റ്റോറുകളുടെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഈ ഒരു മാപ്പിൽ നോക്കുന്ന വഴി നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളായി. ഞങ്ങൾ ഫസ്റ്റിലെ ഫുഡിൻ്റെ സെക്ഷനാട്ടോ നോക്കിയത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ മാക്സിമം ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസാണ് ഈ സ്റ്റോഴ്സിലെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫാഷൻ, ഫുഡ് വെയർ, എല്ലാ ഐറ്റംസും ഉണ്ട്. ബട്ട് എല്ലാം ബ്രാൻഡഡ് ഐറ്റംസാണ്. ഇതും ഇൻ്റർനാഷണൽ ബ്രാൻഡ്സാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ അതാ മാളിൻ്റെ ഉള്ളിലും ഇതുപോലെ ഒരു ചെറിയ വാട്ടർ ഫൗണ്ടെയിൻ ഉണ്ട് കേട്ടോ. നല്ല രസമാണ് കാണാൻ. അങ്ങനെ നമ്മൾ മുന്നോട്ട് നടന്നു പോവുകയാണ്. റൈറ്റ് സൈഡിലായിട്ട് ഇതാ ഒരു ജ്വല്ലറി ഷോപ്പ് കാണാം. പിന്നെ ലെഫ്റ്റിൽ കുറേ ബ്രാൻഡഡ് ഐറ്റംസ് ഉള്ള ഒരു ഫാഷൻ വെയറുണ്ട്. ഫുൾ ബിയർ എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡിൻ്റെ ഐറ്റംസ് അവിടെ കാണുന്നത്. പിന്നെ ഇതാ ഈ ഐറ്റംസൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ലക്ഷങ്ങൾ വിലയുള്ള ഐറ്റംസ്. അങ്ങനെ നമ്മൾ മാളിൻ്റെ സെൻറ്റർ പോർഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് മാജിക് ഷോ നടക്കുന്ന സ്റ്റേജും കാര്യങ്ങളും എല്ലാം ഉള്ളത്. ഷോ തുടങ്ങുന്നതിന് ഒരു അരമണിക്കൂർ മുൻപാണ് നമ്മളവിടെ എത്തിയത്. അപ്പോഴും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ആൾക്കാരൊക്കെ അവിടെ സീറ്റെല്ലാം പിടിച്ച് ഇങ്ങനെ റെഡിയായി നിൽക്കുമായിരുന്നു ഷോ കാണുന്നതിന് വേണ്ടിയിട്ട്. അപ്പം നമ്മളും അവിടെ സീറ്റൊക്കെ പിടിച്ച് റെഡിയായി നിൽക്കുന്നുണ്ട്. ആദ്യം ഇങ്ങനെ കുറച്ച് സർക്കസ് പ്രോഗ്രാമും പിന്നെ കുറച്ച് ഇലൂഷൻ പ്രോഗ്രാമും ഒക്കെ ആയിരുന്നു. ഇടയ്ക്ക് പിന്നെ ചാർലിൻ ചാപ്ലിൻ്റെ കുറച്ച് പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ലാസ്റ്റായിരുന്നു മാജിക് ഷോ ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പം നല്ല രസമായിരുന്നു. ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. എല്ലാവരും നല്ല കയ്യിലും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. നല്ല രസമുള്ള പ്രോഗ്രാം ആയിരുന്നു. 3/4 മണിക്കൂറോളം അവരുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു.
അങ്ങനെ ഈ ഒരു മാജിക് ഷോയോട് കൂടി ഈ പ്രോഗ്രാം അവസാനിച്ചു. അങ്ങനെ പ്രോഗ്രാമിൻ്റെ ആൾക്കാരൊക്കെ അങ്ങനെ സ്റ്റേജിൽ വന്ന് എല്ലാവരോടും ഡാൻസ് ഒക്കെ പറഞ്ഞ് ഹായ് ഒക്കെ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞു. അതിന് കഴിഞ്ഞ ശേഷം ഞങ്ങൾ പിന്നെ കുറച്ച് മാളയും എല്ലാം ജസ്റ്റ് ഒന്ന് ചുറ്റി നടന്നിട്ടുണ്ട് കേട്ടോ. അവിടെ ഒരുപാട് ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്പോട്ടുകളുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് എമിലിയ എന്ന് പറയുന്ന ഒരു ഫുഡ് കോർട്ടാണ്. കണ്ടില്ലേ? കണ്ടാൽ നമുക്ക് കല്യാണത്തിൻ്റെയൊക്കെ സ്റ്റേജ് ഡെക്കറേഷൻ പോലെ തോന്നും. പക്ഷേ കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിലായിട്ട് സീറ്റും കാര്യങ്ങളും എല്ലാം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലിരുന്ന് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു അറേഞ്ച്മെൻറ്റാണിത്. നമ്മളിവിടെ കയറിയൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് എല്ലാവരും അവിടെയൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഞാനും അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. നമ്മളിപ്പോൾ നിൽക്കുന്ന ഫസ്റ്റ് ഫ്ലോറിലാണ്. ഫസ്റ്റ് ഫ്ലോറിൽ നിന്നും ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത്. ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ കണ്ടില്ലേ, ഒരു ഗാർഡൻ്റെ ഒരു സെറ്റപ്പാണ് അവർ ചെയ്തു വെച്ചിട്ടുള്ളത്. ഈ പ്ലാന്റ്സൊക്കെ പ്ലാസ്റ്റിക് ഒന്നുമല്ല കേട്ടോ, റിയൽ ആയിട്ടുള്ള പ്ലാന്റ്സും കാര്യങ്ങളുമാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ബർഗർ കിങ്ങിലാണ് പോയത്. ഞാൻ ഗ്രിൽഡ് ചിക്കനാണ് ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ടൊമാറ്റോ കെച്ചപ്പും പിന്നെ എന്തോ ഒരു സോസേജും ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. KFC ചിക്കനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് അവിടത്തേനേക്കാളും കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് ഈ ബർഗർ കിങ്ങിലെ ഗ്രിൽഡ് ചിക്കനാണ് കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ഒരു ടൊമാറ്റോ കെച്ചപ്പും പിന്നെ ഒരു സോസേജും ഉണ്ടായിരുന്നു. ഈ സോസേജിൻ്റെ ടേസ്റ്റ് എനിക്കെന്തോ നമ്മുടെ നാട്ടിലെ വാളംപുളിയുടെ ടേസ്റ്റായിട്ടാണ് തോന്നിയത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച ശേഷം അവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇന്ന് നമ്മളപ്പോൾ പർച്ചേസും കാര്യങ്ങളൊന്നും നടത്തിയില്ല കേട്ടോ. ജസ്റ്റ് ഇന്നത്തെ പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് വന്നത്. അപ്പോൾ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ കണ്ട് നമ്മളിവിടെ നിന്നുമാണ്. ഞാനിവിടെ സെക്കൻഡ് ടൈമാണ് കേട്ടോ വരുന്നത്. ഈ മാൾ ഓഫ് ഖത്തറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഫുള്ള് ബ്രാൻഡഡ് ഐറ്റംസ് ആണുള്ളത്. ഫുഡ് വെയർ ആണെങ്കിലും ഡ്രസ്സാണെങ്കിലും ഫുഡ് കോർട്ട് ആണെങ്കിലും എല്ലാം ബ്രാൻഡഡ് ഐറ്റംസ് ആണ് കൂടുതലും ഉള്ളത്. അതും ഇൻ്റർനാഷണൽ ബ്രാൻഡ്സ് ആണ്. അത്യാവശ്യം കോസ്റ്റ്ലിയാണ്. അതാണ് ഈ മാളിൻ്റെ മെയിനായിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.